It's Thursday morning. Good morning everyone. Namaskaram. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചമ്മന്തി ചോറാണ്. ഈ ഷെഡ്യൂൾ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് ദുബായിലത്തെ വീഡിയോസ് ആണ് നിങ്ങൾ ഇടയ്ക്ക് കാണാൻ പോകുന്നത്. ബിക്കോസ് അതൊന്ന് ഷെഡ്യൂൾ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ചമ്മന്തി ചോറ്, അതിന് രണ്ട് രീതിയിലാണ് ആൾക്കാർ ചമ്മന്തി ചോറ് ഇഷ്ടപ്പെടുക. ഓരോരുത്തർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഈ ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ പറയാറുള്ളതെന്ന് വെച്ചാൽ, ബേസിക്കലി അവര് പറയുന്നത് ആ ഒട്ടുന്ന ഒരു പരുവത്തിലാണ് ആ ചോറ്, അതുകൊണ്ട് ഇഷ്ടമല്ല എന്നാ പറയണത്. ആ 50% ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക് ആ ഒട്ടണ ടൈപ്പ് ഇഷ്ടമല്ല. അപ്പൊ ചമ്മന്തി ചോറ് ഒട്ടാതെ എങ്ങനെയാണ് നല്ല വിട്ട് നല്ലോണം മസാലയൊക്കെ പിടിച്ച പോലെ, ചമ്മന്തിയൊക്കെ പിടിച്ച പോലെ ഒരു ചമ്മന്തി ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. വരൂ, വീഡിയോയിലേക്ക് പോവാം. ചമ്മന്തി ചോറ് വരൂ, നമുക്ക് ഉണ്ടാക്കാം എൻ്റെ സ്റ്റൈലിൽ. മിക്സിയിൽ ഒരു മീഡിയം സൈസ് സവോള, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇതാദ്യം ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം 1 പിടിയോ 1.5 പിടിയോളം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചമ്മന്തി എത്ര വേണോ, ചോറ് എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഈ ചമ്മന്തിക്ക് വേണ്ട തേങ്ങ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കളറിനും ആ ഒരു ലൈറ്റ് എരിവിനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കാശ്മീരി മുളകാണ്. 1 വലിയ സ്പൂണിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പുളി അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. ചതച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു വലിയ പാത്രം എടുത്തിട്ട് നന്നായിട്ട് വെന്ത് ആറിയ ചോറിലേക്ക് ഈ ചമ്മന്തി, അരച്ച് വെച്ച ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ പ്രോസസ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പോഴേ ഓരോ ആ ഒരു ചോറിൻ്റെ മണിയിലും ഈ ചമ്മന്തി പിടിക്കുള്ളൂ. എന്നിട്ട് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ആദ്യം ഒരു പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഈ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ആ ചമ്മന്തിയോട് കൂടിയിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ആ ചോറ് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് അവിടെ തന്നെ കിടക്കട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഒരു 15-20 മിനിറ്റ് കിടന്ന് ലോ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ചമ്മന്തി ചോറ് കിട്ടുക. അതായത് ഒട്ടാതെ വിട്ട് നമ്മുടെ ഈ പുളിസാദം ഇല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മുടെ ടൊമാറ്റോ റൈസൊക്കെ പോലെ കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വരൂ, നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തി ചോറ് കഴിക്കാം. എൻ്റെ വീട്ടിലുള്ള സ്ഥിരം ഏർപ്പാടൊന്ന് കാണിച്ചു തരട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചമ്മന്തി ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ബാക്കി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു സംഭവമാണ് ചമ്മന്തി ചോറ്. എല്ലാവരും കഴിച്ചിട്ട് എനിക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ മുമ്പിലല്ലേ ഞാൻ സെർവ് ചെയ്ത് ഉള്ളത് കഴിക്കാം. വരൂ. എന്താ പറയുക, അങ്ങനെ പിശോന്നുള്ള ചമ്മന്തി ചോറ് ആർക്കും ഇഷ്ടമല്ല. അതിനെ ഒന്നിങ്ങനെ മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ എൻറ്റയർ രീതി തന്നെ മാറുന്നുള്ളതിന്റെ ഫസ്റ്റ് കാര്യമാണ് എൻ്റെ വീട്ടിൽ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി. ഇതിപ്പോ ഇനി എന്താണ് ഇരുന്ന് കഴിക്കുക. ഭാഗ്യം കൊണ്ട് ആർക്കോ മനസ്സ് വന്നിട്ട് എനിക്ക് വിട്ടുവെച്ചാണിത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണോട്ടുള്ളൂ എന്തായാലും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. നാടൻ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye.